ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണർ എൻട്രിക്ക് ശ്രമിക്കുന്നവരാണോ നിങ്ങൾ? ചാനലിന്റെ ഭാഗത്തു നിന്നും പുതിയ അപ്ഡേറ്റുകൾ വന്നതറിഞ്ഞോ? ഇനി കോമണർ എൻട്രിക്ക് ഏത് മെത്തേഡ് തിരഞ്ഞെടുക്കും എന്ന് കൺഫ്യൂഷനായോ? അറിഞ്ഞില്ലെങ്കിൽ കാര്യം ഇതാണ്. ബിഗ് ബോസ് പുതിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരിക്കുന്നു. ആദ്യ പ്രൊമോയിൽ കോമണേഴ്സിനായി പറഞ്ഞിരുന്ന നിബന്ധനകൾ പ്രകാരം മൈജി ഷോറൂമിൽ ചെന്ന് അവിടെ നിന്ന് ഇൻട്രോ വീഡിയോ ചെയ്യണം എന്നായിരുന്നു. ഇത് ചിലർക്കെങ്കിലും ഒരു അസൗകര്യമായി മാറിയിരുന്നു. തൊട്ടടുത്തെങ്ങും മൈജി ഇല്ലാത്തവർക്കും കേരളത്തിനോ ഇന്ത്യക്കോ പുറത്തുള്ളവർക്ക് ഇങ്ങനെ തുടങ്ങി കുറെ ആളുകൾ ഈ ഗണത്തിൽപ്പെടും. ആദ്യം പുറത്തുവിട്ട പോസ്റ്റിലെ വാചകം മൈജിയിലെത്തൂ, ബിഗ് ബോസിലെത്താം എന്നായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ രീതിയിൽ എൻട്രി സമർപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പോസ്റ്റുമായി ചാനൽ എത്തിയിരിക്കുന്നു. അതിലെ കണ്ടന്റിന്റെ പ്രധാന ഭാഗം ഇങ്ങനെ: ബിഗ് ബോസിലെത്താൻ ഇത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മൈജിയുടെയും ഏഷ്യാനെറ്റിന്റെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയുടെ മറ്റ് വിശദാംശങ്ങളും അപ്ലോഡ് ചെയ്യേണ്ട സൈറ്റും എല്ലാം പഴയത് തന്നെ. 3 മിനിറ്റിൽ താഴെ വീഡിയോ, 50 MB കൂടാൻ പാടില്ല, bb7.geostar.com എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ജൂലൈ 10 വരെ മാത്രമാണ് സമയം. ഇതിലൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഏതെങ്കിലും വിധത്തിൽ ആദ്യ രീതിയിൽ മൈജിയിലെത്തി വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെ ചെയ്യുക. ഒരു തരത്തിലും മറ്റു മാർഗങ്ങളില്ലാത്തവരാണ് പുതിയ രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എൻ്റേത്. കാരണം ചാനൽ മൈജിയിൽ പോകേണ്ടതില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊരു താൽക്കാലിക അറേഞ്ച്മെന്റായോ അസൗകര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റായോ കാണാം. അതുകൊണ്ട് തന്നെ ആദ്യ രീതിക്ക് അവസരമുള്ളവർ അത് മിസ്സാക്കണ്ട. മറ്റു മാർഗങ്ങളില്ലാത്തവർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിൽ മാത്രം ഈ പുതിയ തീരുമാനത്തെ കണ്ടാൽ മതിയാകും. എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേമികൾക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെ. പുതിയ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കും.